ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യഹ് കലി കലി ആങ്കേൻ എന്ന ഹിന്ദി സീരീസിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ആദ്യത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നായകന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. നമ്മുടെ നായകന്റെ പേരാണ് വിക്രാന്ത്. നായകന്റെ ഫാമിലിയെ പറ്റി നോക്കുകയാണെങ്കിൽ നായകന്റെ അച്ഛൻ അവിടുത്തെ CMന്റെ അക്കൗണ്ടന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. CMുമായി വളരെ അടുത്ത ബന്ധമായതുകൊണ്ട് തന്നെ CM നായകനെയും അയാളുടെ മകൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ കൊണ്ടു ചേർത്തുന്നു. CMന്റെ മകളുടെ പേരാണ് പൂർവ. പൂർവയെ പറ്റി നോക്കുകയാണെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം സ്വന്തമാക്കുന്ന ശീലക്കാരിയായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് പൂർവ നായകനോട് അവളുടെ സുഹൃത്തായിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നായകൻ തനിക്കതിന് താല്പര്യമില്ല എന്ന് അവളുടെ മുഖത്തടിച്ച് പറയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂർവയുടെ അച്ഛന് പെട്ടെന്ന് ഡൽഹിയിലേക്ക് താമസം മാറേണ്ട ഒരവസ്ഥയെല്ലാം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ പൂർവയും ആ സ്കൂളിൽ നിന്നും TC എല്ലാം മേടിച്ച ശേഷം നേരെ ഡൽഹിയിലേക്ക് പോകുന്നു. പൂർവ അവിടെ നിന്നും പോകുന്നത് കണ്ടതും നായകന് വളരെയധികം സന്തോഷമാവുന്നു. അവിടെയൊക്കെ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം നായകൻ കോളേജിൽ ചേരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കോളേജിൽ വെച്ച് അവൻ ശിഖ എന്ന പെൺകുട്ടിയുമായി ഇഷ്ടത്തിലെല്ലാം ആവുന്നു. അങ്ങനെ അവർ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം നായകന് ഭോപ്പാലിലുള്ള ഒരു സ്റ്റീൽ കമ്പനിയിൽ നിന്നും ജോബ് ഓഫർ ലെറ്റർ എല്ലാം ലഭിക്കുന്നു. ഇത് കണ്ട് ശിഖയ്ക്കും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അവർക്ക് രണ്ടുപേർക്കും കൂടി ഭോപ്പാലിൽ പോയി പുതിയൊരു ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നായകൻ ഈ കാര്യമെല്ലാം തന്റെ അച്ഛനെ വന്നറിയിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും അയാൾ നീ എവിടേക്കും പോകേണ്ട ആവശ്യമില്ലെന്നും നിനക്ക് ഞാൻ CMനോട് പറഞ്ഞുകൊണ്ട് ഒരു ജോലിയെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ ശേഷം നാളെ അവന് CMന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു. നായകനാണെങ്കിൽ CMന്റെ അടുത്തുള്ള ജോലി ഒട്ടും തന്നെ ഇഷ്ടമല്ലെങ്കിലും തന്റെ അച്ഛനുമായി പിണക്കാൻ പറ്റാത്തത് കൊണ്ട് നായകൻ രാവിലെ തന്നെ തന്റെ സുഹൃത്തായിട്ടുള്ള ഗോൾഡനെയും കൂട്ടിക്കൊണ്ട് CMന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. തന്റെ സുഹൃത്തായിട്ടുള്ള ഗോൾഡനോട് യാത്രയെല്ലാം പറഞ്ഞ ശേഷം CMന്റെ ഓഫീസ് റൂം അന്വേഷിച്ചുകൊണ്ട് ആ കൊട്ടാരം പോലത്തെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ കുറെ ദൂരം നടന്ന് വഴിതെറ്റിയ നായകൻ അറിയാതെ അവിടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളിലേക്ക് കയറി ചെല്ലുന്നു. ആ സമയം പൂളിൽ നീന്തിക്കൊണ്ടിരുന്ന പൂർവ നായകനെ കണ്ടതും അവൾക്ക് വളരെയധികം സന്തോഷമാവുന്നു. നായകൻ പൂർവയുടെ അടുത്ത് നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടി തനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കിട്ട് CMന്റെ റൂം എവിടെയാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. പൂർവ റൂമെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും ഈ ജോലി നിനക്ക് എന്തായാലും കിട്ടുമെന്ന് അവനോട് ഉറപ്പിച്ചു പറയുന്നു. നായകന്റെ അച്ഛൻ CMനോട് അവൻ ഭയങ്കര ധൈര്യശാലിയാണെന്നും CMന് വേണ്ടി എത്ര പേരെ വേണമെങ്കിലും അവൻ കൊല്ലാൻ വേണ്ടി തയ്യാറാണെന്ന് CMന്റെയും അയാളുടെ മകന്റെയും മുമ്പിൽ വെച്ച് പറയുന്നു. നായകനാണെങ്കിൽ ഇതിനോടൊന്നും തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് അവൻ CMനോട് തനിക്ക് MBA ചെയ്യാനാണ് പ്ലാൻ എന്നും കൂടാതെ തനിക്ക് ഭോപ്പാലിൽ ഒരു ജോലി കൂടി റെഡി ആയിട്ടുണ്ട് എന്ന കാര്യമെല്ലാം CMനോടും മകനോടുമായി പറയുന്നു. CMും നായകനെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം CMന്റെ മകൾ പെട്ടെന്ന് CMനെ കോൾ ചെയ്തുകൊണ്ട് സ്വകാര്യമായി ഒരു കാര്യമെല്ലാം പറയുന്നു. അത് കേട്ടതും CM നായകനോട് അവർ ഓഫർ ചെയ്ത എമൗണ്ടിന്റെ ഡബിൾ എമൗണ്ട് തരാമെന്നും അതിനു പകരമായി നീ എന്റെ മകൾ നടത്തുന്ന സൂംബ ക്ലാസ്സിൽ നാളെ മുതൽ ജോലിക്ക് കയറണമെന്ന് അവനോട് നിർബന്ധപൂർവ്വം പറയുന്നു. അവിടെ കച്ചിത് തന്റെ സുഹൃത്തായിട്ടുള്ള ഗോൾഡനോട് ഈ കാര്യമെല്ലാം പറയുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഗോൾഡൻ ആണെങ്കിൽ ഇതെല്ലാം കേട്ടതും നീ CKയെ കളഞ്ഞുകൊണ്ട് പൂർവ പറയുന്നത് പോലെ ആ സൂംബ ക്ലാസ് എല്ലാം നോക്കി നടത്താൻ വേണ്ടി പറയുന്നു. ഈ സമയം നായകന്റെ അച്ഛൻ അവനെ കോൾ ചെയ്തുകൊണ്ട് പൂർവ നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നായകനെ പൂർവയുടെ കൂടെ അവൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഡാമിലേക്ക് പറഞ്ഞു വയ്ക്കുന്നു. പൂർവ നായകനോട് ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും നായകന് CK വളരെയധികം ഇഷ്ടമായതുകൊണ്ട് അവൻ പൂർവയുടെ പ്രവൃത്തിയിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറാനായി നോക്കുന്നു. അവിടെ കച്ചിത് CK മീറ്റ് ചെയ്യാൻ ചെന്നിരിക്കുന്ന നായകനെയും ഗോൾഡനെയുമാണ് കാണിക്കുന്നത്. നടന്ന സംഭവമെല്ലാം അറിഞ്ഞതും CK അവനോട് നീ ഈ ജോലിയെല്ലാം റിസൈൻ ചെയ്തുകൊണ്ട് ഭോപ്പാലിലേക്ക് പോകേണ്ട കാര്യമെല്ലാം റെഡിയാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. CMന്റെ ഇൻഫ്ലുവൻസ് എല്ലാം ഓർത്തുകൊണ്ട് നായകൻ ആദ്യമൊന്ന് ചെറുതായി പേടിക്കുന്നുണ്ടെങ്കിലും CKയുടെ സപ്പോർട്ടെല്ലാം കണ്ടതും നായകനും ഈ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവൻ അന്ന് രാത്രി വീട്ടിൽ ചെന്ന ശേഷം മിററിലെല്ലാം നോക്കിക്കൊണ്ട് CMനോട് താൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം പറയുന്നത് ഒരു വട്ടം പ്രാക്ടീസ് എല്ലാം ചെയ്ത് നോക്കുന്നു. പറയാനുള്ള കോൺഫിഡൻസ് എല്ലാം റെഡിയാക്കിയ ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ നായകൻ CMന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആ സമയം അവിടെ പുറത്തുണ്ടായിരുന്ന ബോഡിഗാർഡ് CM ഒരു മീറ്റിംഗിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നായകനോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ നായകനാവട്ടെ ഇത് എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം എന്ന് വാശിയുള്ളത് കൊണ്ട് അവൻ ആ ബോഡിഗാർഡ് റൂമിന്റെ മുമ്പിൽ നിന്നും മാറിയ ഉടൻ തന്നെ ഡോറെല്ലാം തുറന്നുകൊണ്ട് നേരെ CMന്റെ ചേംബറിലേക്ക് ഓടിച്ചെല്ലുന്നു. എന്നാൽ റൂമിൽ CM ആ നാട്ടിലെ DYSPയെ മർദ്ദിക്കുന്നത് കണ്ട് നായകൻ മൊത്തത്തിൽ ഷോക്കാവുന്നു. CM നായകന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ DYSPയെ അവിടെ വെച്ച് കഴുത്തറുത്ത് കൊല്ലുന്നു.
എല്ലാ കാര്യവും നായകൻ കണ്ടു എന്ന് മനസ്സിലാക്കിയ സിഎം നായകനെ കൊണ്ട് തന്നെ ആ ബോഡിയെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കിയ ശേഷം അയാളുടെ ആൾക്കാരുടെ കൂടെ നായകനെയും ഇത് ഡിസ്പോസ് ചെയ്യാനായി പറഞ്ഞേക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു ബോഡിയെല്ലാം കൈകൊണ്ട് മുറിച്ചത് കൊണ്ട് നായകന് അവന്റെ സമനിലയെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അവർ ബോഡിയെല്ലാം ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞതും നായകനെ പൂർവയുടെ സൂംബ ക്ലാസ്സിലേക്ക് കൊണ്ടാക്കുന്നു. നായകന് കൊലപാതകവും ചോരയും എല്ലാം കണ്ട് കിളിപോയിരിക്കുന്നത് കൊണ്ട് അവൻ പൂർവയുടെ അടുത്തെത്തിയതും അവിടെ ബോധം കെട്ട് വീഴുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.